നമസ്കാരം. കേരളത്തിലുള്ള കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കുമല്ലോ ഇപ്പോൾ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാനിട്ടൊരു വീഡിയോ കുറച്ച് വൈറലായി. 1 മില്യൺ വ്യൂസ് വരെ എത്തി. അത് കണ്ടവർക്കും ഷെയർ ചെയ്തവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. ഒപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ, ചില കാര്യങ്ങൾ വ്യക്തമാക്കാനോട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വന്നത്. ഞാനിട്ട വീഡിയോ ഇത്രയും വൈറലാകാൻ കാരണം എനിക്കറിയാം, അത് എന്നോടുള്ള സ്നേഹം കൊണ്ടോ ഷൈനിയോടുള്ള സ്നേഹം കൊണ്ടോ നേഴ്സസിനോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല. അല്ലാതെ അച്ഛന്മാർ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പുരോഹിതർ നന്നാകണമെന്ന ഉദ്ദേശം കൊണ്ടൊന്നും അല്ല. ഇതിൽ ഭൂരിപക്ഷം പേരും ഇത് ഷെയർ ചെയ്തെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്ന ഈ വീഡിയോ ഇത് അധികം പേരുടെ എത്തത്തില്ലെന്നും അധികം ആരും ഷെയർ ചെയ്യത്തില്ലെന്നും എനിക്കറിയാം. എങ്കിലും പറയേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ അങ്ങനൊരു വീഡിയോ ഇട്ടത് അത് ഞാൻ എൻ്റെ സഭയിലുള്ള എൻ്റെ പുരോഹിതരോട് എല്ലാവരിലേക്ക് എത്താൻ എനിക്കിതല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു വീഡിയോ ഇട്ടത്. അത് ആത്മാർത്ഥമായി നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം ഇട്ട ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 4-5 മക്കളുണ്ടെങ്കിൽ എല്ലാ മക്കളും ഒരുപോലാണോ? അല്ലല്ലോ. അതിൽ 1-2 പേര് ചിലപ്പം അത് തോന്നിയാസം നടക്കുന്നവർ കാണും, അനുസരിക്കാത്തവർ കാണും, അല്ലേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവോ? അത് ആളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ? അതോ നിങ്ങൾ ഉപദേശിക്കുമോ? നന്നാകാൻ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടേതായ രീതി പരിശ്രമം, നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, അല്ലേ? അത് തന്നെയാണ് ഞാനും ചെയ്തത്. ഞാൻ എൻ്റെ സഭയിലുള്ള പുരോഹിതരോട് അവർക്ക് മോശമായി നടക്കുന്നവർ, തെറ്റായ ജീവിതത്തിൽ നടക്കുന്നവർ നന്നാകണം എന്ന ചിന്തയിൽ നല്ല ഉദ്ദേശത്തോടെ മാത്രം ഞാനിട്ട ഒരു വീഡിയോയാണ്. അതിൻ്റെ പേരിൽ അത് ഈ വീഡിയോ പലയിടത്തും മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജുമായിട്ട് വന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് പല മെസ്സേജും പേഴ്സണൽ മെസ്സേജസ് വന്നു, കോളുകൾ, പല രീതിയിലുള്ള എന്നെ കോൺടാക്റ്റ് ചെയ്തവരുണ്ട്. നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച പുരോഹിതരുണ്ട്. എൻ്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ചവരുണ്ട്. എന്നോട് സോറി ചോദിച്ചവരുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ സോറി ചോദിക്കുന്നു പറഞ്ഞവർ ഒക്കെ ഉണ്ട്. അത്രയും എളിമയുള്ള നല്ല പുരോഹിതരൊക്കെ ധാരാളം ഉണ്ട്. പക്ഷെ നിങ്ങൾക്കതൊന്നും കാണാൻ നിങ്ങളുടെ കണ്ണ് തുറക്കത്തില്ലല്ലോ. എന്നാൽ ഞാനിപ്പോൾ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, എന്നോട് കുറേ പേര് ദൈവവിശ്വാസികളല്ലാത്തവരോട് പറഞ്ഞു, ദൈവം ഇല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ല, ദൈവമൊന്നും ഇല്ലെന്ന് അങ്ങനെ പറഞ്ഞവർ. മറ്റു സഭകളിലുള്ളവർ സഭ വിട്ടുവരാൻ പറഞ്ഞു. ഇതൊക്കെ മുതലെടുക്കുന്നിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേ അല്ല. എൻ്റെ സഭയിലുള്ള എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തികഞ്ഞ ഒരു കത്തോലിക്ക വിശ്വാസം, അതിനൊരു സംശയമില്ല. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരണം വരെ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ സഭയ്ക്ക് ഇത്രയും നേരിടേണ്ടി വരേണ്ട കാരണം തന്നെ എൻ്റെ സഭയിലുള്ള അത്രയും വിലമതിക്കുന്ന കാര്യങ്ങളുള്ളത് കൊണ്ടാണ് എൻ്റെ സഭയ്ക്ക് ഇത്രയും എനിമീസ് ഉണ്ടായിരിക്കുന്നത്, ശത്രുക്കളുണ്ടായിരിക്കുന്നത്. കാരണം എല്ലാവരുടെയും പൊതുശത്രു ആരാ? സാത്താൻ, അല്ലേ? അവൻ ഏറ്റവും പേടിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? ജപമാല, കുമ്പസാരം, ഞങ്ങളുടെ കൂദാശകൾ, ഞങ്ങളുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന വിശുദ്ധ കുർബാന, ഇതൊക്കെ എന്താണെന്ന് കത്തോലിക്കകത്തുള്ള പലർക്കും പോലും അത് ശരിക്കും അറിയില്ലത്. കത്തോലിക്ക് പുറത്തുള്ളവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്ന ബോധ്യമുള്ളവരും ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് സാത്താനിത് ആരേക്കാളും നന്നായിട്ട് അറിയാം. ഈ സഭയാണ് നശിപ്പിക്കേണ്ടത് ആദ്യം. സാത്താന് നന്നായിട്ട് അറിയാം. കാരണം അവൻ ഏറ്റവും പേടിക്കുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പം അങ്ങനെയുള്ളൊരു സഭയിൽ അത്രയും മൂല്യങ്ങളുള്ള ഞങ്ങളുടെ ഈ സഭ വിട്ടു വരാൻ പറയുന്നത് തന്നെ, അത് എന്നോട് പലരും എന്നെ പല രീതിയിൽ പ്രലോഭിപ്പിക്കാനൊക്കെ നോക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ മെസ്സേജുകൾ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് ആരും ദുരുപയോഗം ചെയ്യാൻ നോക്കണ്ട. അത് എൻ്റെ പുരോഹിതരോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് വളച്ചൊടിച്ച് എല്ലാ കത്തോലിക്ക വൈദികരും അങ്ങനെയാണെന്ന് അതിനുവേണ്ടി നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എൻ്റെ മെസ്സേജ്. ഞാനതിന് കൂട്ടി നിൽക്കുകയുമില്ല. എന്നെ ഇന്ന് ഉയർത്തി പറഞ്ഞവർ, പൊക്കി പറഞ്ഞവരൊക്കെ എന്നെ ഈ മെസ്സേജ് കേട്ട ഉടനെ എന്നെ താഴെ ഇടുമെന്ന് എനിക്കറിയാം. എനിക്ക് ലോകത്തിൻ്റെ കയ്യടി എനിക്ക് വേണ്ട. ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അപ്രിസിയേഷൻ മാത്രം മതി എനിക്ക്.
ഈ ലോകം എന്നെ ഇന്നെന്നെ എനിക്ക് കൺഗ്രാറ്റ്സ് ചെയ്യുന്ന ഒരു നാളെ എന്താ പറയുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കയ്യടി എനിക്ക് വേണ്ട. അതുകൊണ്ട് എൻ്റെ മെസ്സേജ്, ഞാൻ ഇട്ട മെസ്സേജ് ആരും ദുരുപയോഗം ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി.